നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല എന്നുള്ളതാണ്. സിദ്ദിഖിന് വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. ലൈംഗിക ആരോപണ പരാതിയിൽ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല. ജാമ്യാപേക്ഷ പൂർണ്ണമായും കോടതി തള്ളിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷമാണ് ഇരയുടെ വെളിപ്പെടുത്തലുണ്ടായത്. അതിനാൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നും കോടതി ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സി എൻ പ്രകാശ് നിയമകാര്യ ലേഖകൻ ചേരുകയാണ്. സി എൻ പ്രകാശ്, വലിയ തിരിച്ചടിയാണ്. ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാം. കേസിൽ നടന്ന സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ മറ്റു നടന്മാർക്കെല്ലാം ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ആശ്വാസം ലഭിച്ച സാഹചര്യത്തിൽ സിദ്ദീഖിനെതിരെ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. CFJS അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സിദ്ദീഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ഹൈക്കോടതിയിൽ. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുൻകൂർ ജാമ്യം അപേക്ഷയിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നൽകണമെന്നായിരുന്നു സിദ്ദീഖിന്റെ ആവശ്യം. വർഷങ്ങൾക്ക് മുമ്പ് യുവതി ഉന്നയിച്ച ആരോപണങ്ങളിൽ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ല എന്നും സിദ്ദീഖ് പറയുന്നുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. തന്നെ അപമാനിക്കുക എന്ന ലക്ഷ്യമാണ് പരാതിക്കാരിക്കുള്ളത് എന്നും ഇദ്ദേഹം സിദ്ദീഖ് ഈ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുകയും തുടർന്ന് സിദ്ദീഖിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ രാവൻപിള്ള കോടതിയിൽ ഹാജരായി ഇത്തരം വാദമുഖങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അന്വേഷണവുമായി സഹകരിക്കാമെന്നും സിദ്ദീഖ് അറിയിച്ചിരുന്നു. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഇരയുടെ ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അത് അവിശ്വസിക്കേണ്ട സാഹചര്യമില്ല എന്ന നിരീക്ഷണത്തോടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിട്ടുള്ളത്. ഇതിലെ കോടതി നടത്തിയ ഒരു പരാമർശം ശ്രദ്ധേയമാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷമാണ് ഇരയുടെ വെളിപ്പെടുത്തൽ, അതിനാൽ അവിശ്വസിക്കേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിനെ കൂടി ഗൗരവത്തിലെടുത്താണ് കോടതി ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. പ്രകാശ്, തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉണ്ടായിട്ടുള്ള ഉള്ളടക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം വെളിപ്പെടുത്തൽ ഉണ്ടാവുകയും ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളും ആരോപണങ്ങളും ഉയരുകയും ചെയ്തത്. എന്നാൽ ഇന്നലെ നടൻ ജയസൂര്യയുടെ അടക്കം മുൻകൂർ ജാമ്യാപേക്ഷയിൽ അത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് എന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ കോടതി ആ ജാമ്യാപേക്ഷ തീർപ്പാക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് 2013 മുൻപ് 354 മോഡസ്റ്റി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വകുപ്പ് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പായിരുന്നു. അന്നുണ്ടായ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്തത്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് കോടതി എത്തിയത്. എന്നാൽ സിദ്ദീഖിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അതിന് വെളിപ്പെടുത്തലിന് ശേഷം ഉണ്ടായ കാര്യം എന്ന തരത്തിൽ അത് ഗൗരവമായി കാണണം. 2018 ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉണ്ടാവുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്ത് മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നായിരുന്നു ഇരയുടെ പരാതി. ഈ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി സിദ്ദീഖ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇതിൽ വിശദമായ വാദങ്ങൾ കേട്ട ശേഷമാണ് ഇന്ന് ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയുകയും അല്പം മുമ്പ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് വിധി പ്രസ്താവന നടത്തുകയും ചെയ്തിട്ടുള്ളത്.